ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും മലയാളം ടെക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പബ്ജി മൊബൈൽ ഗെയിമിൻ്റെ ചൈനീസ് വെർഷനായ ഗെയിം ഫോർ പീസ് എന്ന് പറയുന്ന സംഭവത്തിൽ ഗെയിമിൻ്റെ വെർഷനിൽ നമുക്ക് ഡെത്ത് മാച്ച് സംഭവം വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് നാളായി വന്നിട്ട്, പക്ഷേ ഞാൻ ഇപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്തത് സംഭവം. ഇപ്പോൾ ചൈനീസ് വെർഷനിൽ സംഭവം വന്നിട്ടുണ്ട്. ബീറ്റ വെർഷനിൽ ഈ അടുത്ത് 2 ദിവസം മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ബീറ്റ വെർഷനിലെ ഗെയിം പ്ലേ വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ചാനലൊന്ന് കയറി നോക്കുക, അല്ലെങ്കിൽ മുകളിൽ കാണുന്ന ആ കോൾ ബാറിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ചൈനീസ് വേർഷനിൽ എങ്ങനെയുണ്ട് നമ്മുടെ ആ ഒരു ഡെത്ത് മാച്ച് സംഭവം എന്നറിയാം, നോക്കാം. ഓക്കെ, ഈ ഒരു സംഭവം നമുക്കറിയാം, കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ വന്നേ പിന്നെ ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായ സംഭവമാണ്. കാരണം നൈസ് ഒരു സെറ്റപ്പ് മോഡ് തന്നെയാണ്. കാരണം ആളുകൾ എന്താ കളിക്കാനായിട്ട് കുറച്ച് നേരം പിടിച്ചിരുത്തണ ഒരു സെറ്റപ്പാണ് നമ്മുടെ ഏതാ അല്ലാണ്ടുള്ള ബാറ്റിൽ റോയൽ മോഡ് പോലെയല്ല. കൂടുതലും ആളുകൾ ഇതൊരു എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ബീറ്റ വേർഷനിലും ചൈനീസ് വേർഷനിലാണ് വന്നിട്ടുള്ളൂ. ഗ്ലോബലായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സായിട്ടൊക്കെ കളിക്കാൻ ഇപ്പം പറ്റില്ല. ഇപ്പോൾ ഗ്ലോബലായിട്ട് വന്നു കഴിയുമ്പോൾ എന്തായാലും നൈസായിരിക്കും. കാരണം നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പറഞ്ഞ് കളിച്ച് അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. പുതിയ ആ ഒരു സെറ്റപ്പ് നമ്മുടെ ഗ്ലോബൽ വെർഷനിലൊന്നും അധികം വൈകാതെ തന്നെ വരും. എനിക്ക് തോന്നുന്നു ഈ അടുത്തൊരു ഇനി വരുന്ന പബ്ജി മൊബൈൽ ഒഫീഷ്യൽ അപ്ഡേറ്റിൽ ഈ ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ അതാകണ്ടില്ലേ, ഇതിപ്പോൾ ചൈനീസ് വെർഷനിലുള്ള സംഭവമാണ്. ബീറ്റ അതായത് ഗ്ലോബൽ ബീറ്റ വെർഷനിൽ ഈ ഒരു സെറ്റപ്പ് വന്നു. ഗ്ലോബൽ ബീറ്റ വെർഷനിലേക്കാളും കുറച്ചും കൂടി ഹാർഡാണ് നമ്മുടെ ചൈനീസ് വെർഷൻ്റെ ഈ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. പിന്നെ ഗ്ലോബലിൽ കുറച്ചുകൂടി സ്മൂത്താണ് കളിക്കാനും കാര്യങ്ങൾ. പക്ഷേ നമ്മുടെ ചൈനീസ് വെർഷനിൽ ഇച്ചിരി പെടാപ്പാടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ പ്രശ്ന കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും മോഡ് നൈസാണ്. കളിക്കാനും ആളുകൾക്ക് ഇരുന്ന് കളിക്കാനായിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു മൂഡ് കളയാണ്ട് ഇരുന്ന് കളിക്കാൻ പറ്റിയൊരു സെറ്റപ്പ് സാധനം തന്നെയാണ് ഈ ഒരു സംഭവം ഡെത്ത് മാച്ച്. ഇതിപ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടിയിലാണ് ആദ്യമായിട്ട് അവർ കൊണ്ടുവന്നത്. അപ്പോൾ അത് വന്നേ പിന്നെ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഉള്ള കോൺട്രവേഴ്സറി എന്ന് പറഞ്ഞാൽ കോൾ ഓഫ് ഡ്യൂട്ടി ആണോ പബ്ജി മൊബൈലാണോ ഇനി തരംഗമാവുന്നത് എന്ന് തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ചർച്ചാ വിഷയമാക്കേണ്ട സംഭവം തന്നെയാണ്. ഒന്നും നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാം അവരുടെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ അനുസരിച്ച് എന്തായാലും കോൾ ഓഫ് ഡ്യൂട്ടി രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. പിന്നെ രണ്ടിൻ്റെയും ഓണർ എന്ന് പറയുന്നത് ലൈറ്റ് സ്പീഡ് അവർ തന്നെയാണ്, ടെൻസൻ ഗെയിമിംഗ് തന്നെയാണ്. അപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല. അപ്പോൾ എന്താ ഏതെങ്കിലും ഒന്ന് കയറിപ്പോയാലും ലാഭവും നഷ്ടമൊക്കെ അവരുടെ തന്നെയാണ്. അപ്പോൾ എന്തായാലും അവർ ഗെയിമിംഗ് ഫീൽഡ് എന്തായാലും കൈയടക്കും, അത് ഉറപ്പാണ്. സംഭവം പുതിയ അപ്ഡേറ്റ് അപ്പോൾ ഈ അടുത്തൊരു അപ്ഡേറ്റിൽ അല്ലെങ്കിൽ അടുത്ത അപ്ഡേറ്റിൽ ഈ ഒരു എനിക്ക് തോന്നുന്നു ജൂണിൽ തന്നെയുള്ള അപ്ഡേറ്റിൽ, ജൂൺ മാസത്തിലെ അപ്ഡേറ്റിൽ ഈ സംഭവം നമുക്ക് ഗ്ലോബൽ വെർഷനിൽ വരും. ഇതിപ്പോൾ ചൈന വെർഷനാണ്, ചൈനീസ് വെർഷനാണ്. ചൈനീസ് വെർഷനിൽ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം നമ്മുടെ പബ്ജി പോലെ തന്നെയായിരുന്നു ചൈനീസ് പബ്ജി മാറി ഗെയിം ഫോർ പീസ് എന്ന് പറഞ്ഞ പുതിയൊരു ഗെയിം മോഡൽ കാര്യമൊക്കെയായി. അപ്പോൾ അത് തരക്കേടില്ലാത്ത രീതിയിലുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിപ്പോൾ പഴയ പബ്ജി കളിച്ചവർക്ക് പുതിയ ഗെയിം അതായത് ഗെയിം ഫോർ പീസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പുതിയ വേർഷനിലേക്ക് മാറാനായിട്ട് പറ്റിയിട്ടുണ്ട്. അവരുടെ റാങ്കോ ലെവലോ ഒന്നും പോകാണ്ട് ഇപ്പോൾ ഞാൻ കളിക്കുന്നത് ആ ഗെയിം ഫോർ പീസ് എന്ന് പറയുന്നത് ഞാനിത് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ പഴയ ചൈനീസ് പബ്ജി വെർഷനായിരുന്നു. പിന്നെ നമ്മുടെ ചൈനീസ് പബ്ജി വെർഷനിലായിരിക്കും നേരത്തെ നമുക്ക് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുക. അതായത് റോയൽ പാസ്സൊക്കെ നേരത്തെ അവിടെ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മുടെ റോയൽ പാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുക സീസൺ. അപ്പോൾ കുറേ ഇമോജീസ് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും അപ്ഡേറ്റിൽ വരിക എന്നുള്ളതൊക്കെ നമുക്ക് നേരത്തെ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന സാധനമാണ് ഈ ഡെത്ത് മാച്ച്. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ഗ്ലോബൽ വെർഷനിലും പ്രതീക്ഷിക്കാം. കാരണം ഓൾറെഡി ബീറ്റ വെർഷനിലും വന്നല്ലോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണുക. ഈ വീഡിയോക്ക് ടാർഗറ്റ് ചെയ്യുന്ന ലൈക്സ് എന്ന് പറഞ്ഞാൽ 2000 ലൈക്സാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. അപ്പോൾ അതാ ഞാൻ ചത്തില്ല, ജയിച്ചു. ഞങ്ങൾക്കപ്പോൾ 40 പോയിൻറ്റ്. ഈ ഒരു ഡെത്ത് മാച്ചിൽ എന്ന് പറഞ്ഞാൽ ആദ്യം 40 പോയിൻ്റ് അടിക്കുന്ന ടീംസായിരിക്കും, 40 കിൽസ് എടുക്കുന്ന ടീമായിരിക്കും ഫസ്റ്റ് ആവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോ.